ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ബൂമിംഗ് മറ്റ്സ്. നമുക്കിന്ന് 4ാം ക്ലാസ്സിലെ മലയാളത്തിലെ 5ാമത്തെ പാഠമായ നന്നാവാം എന്നതിലെ കൂട് തുറക്കാം എന്ന പാഠഭാഗത്ത് വരുന്ന വെറും തൊട്ടിലാട്ടാതെ കാറ്റ് എന്ന താരാട്ട് പാട്ടിന്റെ ആശയവും അതിൽ വരുന്ന പ്രവർത്തനങ്ങളും എല്ലാം പരിചയപ്പെടാം. ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുൻപ് ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ശരി, ക്ലാസ്സിലേക്ക് പോകാം. പാഠഭാഗത്തിന്റെ പേര് കൂട് തുറക്കാം. മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റുന്നത് സ്നേഹവും സ്വാതന്ത്ര്യവുമാണ്. സ്നേഹത്തെ നാം തൊട്ടറിയുന്നത് എങ്ങനെയാണ്? സ്നേഹം എന്ന് പറയുന്നത് ആരോട് വേണമെങ്കിലും നമുക്ക് തോന്നാവുന്നതാണ്. അച്ഛനും അമ്മയും തമ്മിലുള്ളതും അമ്മയും കുഞ്ഞും തമ്മിലുള്ളതാണെങ്കിലും, അല്ലെങ്കിൽ അധ്യാപകനോ അല്ലെങ്കിൽ അധ്യാപികയോ കുട്ടികളും തമ്മിലുള്ളതാണെങ്കിലും ഒക്കെ എന്താണ്? സ്നേഹബന്ധം തന്നെയാണ്. ഇവിടെ നമുക്ക് ഒരമ്മയും കുഞ്ഞും തമ്മിലുള്ള സ്നേഹബന്ധം ഒരു താരാട്ട് പാട്ടിലൂടെ മനസ്സിലാക്കാം. ഈ ഒരു ചിത്രത്തിൽ നോക്കൂ, ഒരു കുരങ്ങ് അതിന്റെ കുട്ടിയെ മാറോട് ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്നും എന്ത് മനസ്സിലാക്കാം? മനുഷ്യനും മാത്രമല്ല മാതൃസ്നേഹം എന്ന് പറയുന്നത്, മൃഗങ്ങൾക്കിടയിലാണെങ്കിലും അമ്മയും കുഞ്ഞും തമ്മിലുള്ള സ്നേഹം എന്ന് പറയുന്നത് വളരെ പവിത്രമായ ഒന്നാണ്. ഇനി നമുക്ക് ഈ കവിതയിൽ എന്താണ് പറയുന്നത് എന്ന് നോക്കാം. കവിതയുടെ പേര് വെറും തൊട്ടിലാട്ടാതെ കാറ്റേ. നമുക്ക് ആദ്യത്തെ 4 വരി വായിച്ച് അതിന്റെ അർത്ഥം പറയാം. ഉറക്കത്തിലാണെന്റെ കുഞ്ഞ്, കിടക്കുന്നത് എന്നോട് ചേർന്ന്, തുറന്നേ ഇരിക്കുന്നു ചുണ്ട്, നുണയ്ക്കുന്ന പാലും മറന്ന്. അതായത് കുഞ്ഞ് അമ്മയുടെ മാറത്ത് കിടന്ന് ഉറങ്ങിപ്പോയിരിക്കുകയാണ്. അവൻ എങ്ങനെയാണ് ഉറങ്ങിയത്? അമ്മയുടെ പാല് നുകരുന്നതിന്റെ ഇടയിലാണ് അവൻ ഉറങ്ങിപ്പോയത്. മിക്കവാറും കുട്ടികളൊക്കെ അങ്ങനെയാണ്. കുഞ്ഞു വാവകളൊക്കെ അമ്മയുടെ പാല് കുടിക്കുന്നതിന്റെ ഇടയിലായിരിക്കും ഉറങ്ങിപ്പോകുന്നത്. ഇങ്ങനെ പാല് കുടിക്കുന്നതിന്റെ ഇടയിൽ ഉറങ്ങിപ്പോയത് കൊണ്ട് തന്നെ അവരുടെ വായ എപ്പോഴും തുറന്നു പിടിച്ചായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ അത് തന്നെയാണ് പറയുന്നത്. കുഞ്ഞ് പാല് നുകരുന്നതിന്റെ ഇടയിൽ ഉറങ്ങിപ്പോയി. അമ്മയുടെ മാറോട് ചേർന്ന് അവൻ കിടക്കുകയാണ്. അടുത്ത വരികൾ നോക്കൂ. തഴയ്ക്കും മുടിക്കാട്ടിനുള്ളിൽ മുളയ്ക്കും വിയർപ്പിന്റെ തുള്ളി, ഒഴുക്കായി വഴിച്ചാലൊതുക്കി ചെവിക്കുമ്പിളിൽ മുമ്പിലെത്തി. കുഞ്ഞ് അമ്മയുടെ മാറിൽ കടന്നുറങ്ങുമ്പോൾ അവന്റെ മുടിയിഴകൾക്കുള്ളിലൂടെ വിയർപ്പിന്റെ തുള്ളി ഒലിച്ചിറങ്ങുകയാണ്. ആ വിയർപ്പിന്റെ തുള്ളി ചാല് പോലെ ഒലിച്ചിറങ്ങി അവന്റെ ചെവിക്കുമ്പിളിന്റെ മുമ്പിലെത്തി. അടുത്ത വരികൾ നോക്കൂ. ജനൽ ചില്ലമേൽ വന്നിരുന്ന് കുളിർക്കൂകലാലൊന്ന് വീശ്, കുയിൽക്കുട്ടി നെയ്യുന്നു കൂട്, കുറഞ്ഞോട്ടെ വെയിലിന് ചൂട്. ജനൽ ചില്ലയിൽ വന്നിരുന്ന് പോകുന്ന കുയിലിനോട് അമ്മ പറയുകയാണ്, ഈ വെയിലിന്റെ ചൂടൊന്ന് കുറഞ്ഞോട്ടെ, അതുവരെ നീയൊന്ന് ക്ഷമിക്കേ. അപ്പോൾ എന്തായിരിക്കും? കുയിലിന്റെ ശബ്ദം കേട്ട് കുഞ്ഞു ഉണരണ്ട എന്ന് കരുതി അമ്മ ആ കുയിലിനോട് പറയുകയാണ്. അടുത്ത വരി നോക്കൂ. അനക്കാതടർത്തുമ്പോഴെന്നെ മുറുകെ പിടിക്കാതെ പൊന്നെ, വിതുമ്പിത്തുടങ്ങുന്നു പയ്യെ, തുടത്താളം ആകാവൂ കയ്യേ. ഈ വരിയിൽ എന്താണ് പറയുന്നത്? അതായത് കുട്ടി ഉറങ്ങി എന്ന് മനസ്സിലാക്കിയ അമ്മ അവനെ അനക്കാതെ അമ്മയിൽ നിന്നും അടർത്തി മാറ്റി കിടത്താൻ ഒരുങ്ങുകയാണ്. അപ്പോൾ അമ്മയിൽ നിന്നും അടർത്തി മാറ്റുമ്പോൾ കുട്ടി പെട്ടെന്ന് ഉണരാൻ തുടങ്ങുകയാണ്. അവന്റെ ചുണ്ടുകളെല്ലാം വിതുമ്പി തുടങ്ങി. അപ്പോൾ അവൻ ഉണരുകയാണ് എന്ന് മനസ്സിലായ അമ്മ പതുക്കെ അവന്റെ തുടയിൽ കൈകൾ കൊണ്ട് കൊട്ടിക്കൊടുക്കുകയാണ്. അപ്പോൾ ഈ കവിതയിൽ പറയുന്നത് ഇതാണ്. ഒരു കുഞ്ഞ് അമ്മയുടെ പാല് നുകരുന്നതിന്റെ ഇടയിൽ ഉറങ്ങിപ്പോവുകയും ആ കുഞ്ഞിനെ അമ്മ മാറോട് ചേർത്ത് അണയ്ക്കുകയും ചെയ്യുന്നു. കുഞ്ഞ് ഉറങ്ങി എന്ന് ഉറപ്പുവരുത്തിയ അമ്മ അമ്മയിൽ നിന്നും അടർത്തി മാറ്റിക്കിടത്താൻ ഒരുങ്ങുമ്പോൾ കുഞ്ഞുണർന്ന് വിതുമ്പാൻ തുടങ്ങുന്നു. അപ്പോൾ വീണ്ടും ആ അമ്മ കുഞ്ഞിന്റെ തുടയിൽ തട്ടി താരാട്ടുപാടി ഉറക്കുകയാണ്. ഈ കവിത എഴുതിയത് ആര്യാംബിക. കാട്ടിലോടുന്ന തീവണ്ടി എന്നതിൽ നിന്നും എടുത്ത വരികളാണ് ഇത്. കവിതയുടെ ആശയം കൂട്ടുകാർക്ക് മനസ്സിലായില്ലേ? ഇനി നമുക്കിതിൽ വരുന്ന പ്രവർത്തനങ്ങൾ പരിചയപ്പെടാം. ആദ്യത്തെ പ്രവർത്തനം കവിത താളമിട്ട് ചൊല്ലാനാണ്. അത് കൂട്ടുകാരൊന്ന് ചൊല്ലി നോക്കും. അടുത്ത പ്രവർത്തനം കവിതയിൽ കാര്യങ്ങൾ പറയുന്നത് ആരാണ്? എങ്ങനെ മനസ്സിലായി? കവിതയിൽ കാര്യങ്ങൾ പറയുന്നത് അമ്മയാണ്. കവിതയിലെ ഓരോ വരിയിലൂടെയും അമ്മ തന്റെ കുഞ്ഞിനോടുള്ള വാത്സല്യവും കരുതലും പ്രകടമാക്കുന്നത് വ്യക്തമായി പറയുന്നുണ്ട്. എന്റെ കുഞ്ഞിറങ്ങുകയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് കവിതയിലെ വരികൾ തുടങ്ങുന്നത് തന്നെ. അതിനാൽ കവിതയിലെ കാര്യങ്ങൾ അമ്മയാണ് പറയുന്നത് എന്ന് വ്യക്തമാണ്. അടുത്ത പ്രവർത്തനം പല സ്വപ്നങ്ങളും കണ്ട് കുട്ടി ശാന്തമായി ഉറങ്ങി. നമ്മളും സ്വപ്നങ്ങൾ കാണാറുണ്ടല്ലോ, അതിനെക്കുറിച്ച് എഴുതൂ. അപ്പോൾ ഇവിടെ ചെയ്യേണ്ടത് കൂട്ടുകാർ കണ്ട ഏതെങ്കിലും ഒരു സ്വപ്നത്തെക്കുറിച്ച് എഴുതാനാണ്. അപ്പോൾ ഒരു ഉദാഹരണം നോക്കാം. ഒട്ടുമിക്ക ദിവസങ്ങളിലും ഞാൻ സ്വപ്നം കാണാറുണ്ട്.
എന്റെ ഏറ്റവും വലിയ ഒരു ആഗ്രഹമാണ് LLS പരീക്ഷ ജയിക്കുക എന്നത്. അതിനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ ഞാൻ. ഈ ആഗ്രഹം ഉള്ളിൽ ഉള്ളതുകൊണ്ടായിരിക്കാം ഇന്ന് ഞാൻ കണ്ട സ്വപ്നത്തിൽ എനിക്ക് LLS കരസ്ഥമാക്കാൻ കഴിഞ്ഞതായി ഞാൻ കണ്ടു. അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങുന്നതും സ്കൂൾ അസംബ്ലിയിൽ വെച്ച് എനിക്ക് സമ്മാനം ലഭിക്കുന്നതും അച്ഛനും അമ്മയും എന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ തരുന്നതും എല്ലാം കണ്ടുകൊണ്ടാണ് ഞാൻ എഴുന്നേറ്റത്. ഞാൻ കണ്ട ഈ സ്വപ്നം നിറവേറ്റാൻ വേണ്ടി ഞാൻ പ്രയത്നിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇതുപോലെ കൂട്ടുകാർ കണ്ട ഏതെങ്കിലും ഒരു സ്വപ്നം എഴുതി നോക്കൂ. അടുത്ത പ്രവർത്തനം, സ്നേഹവും വാത്സല്യവും തൊട്ടറിഞ്ഞ അനുഭവങ്ങൾ പങ്കുവയ്ക്കൂ. അതായത് പലരിൽ നിന്നും നിങ്ങൾക്ക് സ്നേഹവും വാത്സല്യവും ഒക്കെ ലഭിക്കുന്നുണ്ടാകും അല്ലേ? അച്ഛനിൽ നിന്നും അമ്മയിൽ നിന്നും സഹോദരങ്ങളിൽ നിന്നും മുത്തശ്ശിയിൽ നിന്നും കൂട്ടുകാരിൽ നിന്നും അധ്യാപകരിൽ നിന്നുമെല്ലാം അവരിൽ നിന്നുമെല്ലാം നിങ്ങൾക്ക് ലഭിച്ച സ്നേഹാനുഭവങ്ങൾ എന്തൊക്കെയാണ്? അതാണ് എഴുതേണ്ടത്. അപ്പോൾ നമുക്കതൊന്ന് എഴുതി നോക്കാം. ഉറക്കം വരുന്ന സമയത്ത് അമ്മ അടുത്ത് കിടത്തി തലോടി തരുമ്പോൾ അമ്മയുടെ സ്നേഹവും വാത്സല്യവും ഞാൻ അറിയുന്നു. അച്ഛൻ ഭക്ഷണം കഴിക്കുമ്പോൾ അതിലെ ഒരു പങ്ക് സ്നേഹത്തോടെ അച്ഛൻ എനിക്ക് തരുമ്പോൾ അച്ഛന്റെ സ്നേഹം അറിയുന്നു. മുത്തശ്ശി എനിക്ക് ഇഷ്ടമുള്ള കഥകൾ പറഞ്ഞു തരുമ്പോൾ മുത്തശ്ശിയുടെ സ്നേഹം ഞാൻ അനുഭവിച്ചറിയുന്നു. ഒരിക്കൽ ഉച്ചഭക്ഷണം കൊണ്ടുപോകാൻ മറന്നപ്പോൾ എന്റെ കൂട്ടുകാർ ഭക്ഷണം പങ്കുവെച്ചത് ഒരിക്കലും മറക്കാൻ കഴിയാത്ത അനുഭവമായിരുന്നു. ഇതുപോലെ കൂട്ടുകാർക്കുണ്ടായ അനുഭവങ്ങൾ എഴുതി ചേർക്കാവുന്നതാണ്. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ഈ ഒരു വീഡിയോ കൂട്ടുകാർക്ക് യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ ബ്ലൂമിംഗ് ബഡ്സ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മാക്സിമം കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്